രണഭൂമിയിൽ വെച്ച് 70ഓളം സഹാബത്ത് എന്തായിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അടക്കമുള്ള, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അടക്കമുള്ള ധീരശുജായികള് ഷഹീദായതും എവിടെ വെച്ചുകൊണ്ടാണ്? യഹൂദിൽ വെച്ചുകൊണ്ടാണ്. ഈ താഴ്വരയിൽ വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപല്ല് പൊട്ടിയത്, റസൂലുള്ളാഹിന്റെ ശിരസിന് മുറിവ് പറ്റിയത്. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച വിജയമുണ്ടായപ്പോ സഹാബത്ത് ഗനീമത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടുന്ന സമയത്താണ് എന്ത്? അതാണ് ജബലുർ റുമാത്ത്. ആ മലമുകളിൽ നിന്ന് സഹാബത്തിന് ഭൂരിഭാഗം ആൾക്കാരെന്തായി ഇറങ്ങി? എന്തിനു വേണ്ടി? ഗനീമത്ത് സ്വത്ത് സ്വരൂപിക്കാൻ വേണ്ടി. ആ സമയത്ത് അതിന്റെ താഴ്വാരയിലൂടെ ഒരുമിച്ച് കൂടി ശത്രുക്കൾ നുഴഞ്ഞു കയറി മലമുകളിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ള സഹാബത്തിനെ വധിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും കൊല്ലാൻ വേണ്ടി ഓടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു? ഇവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 10ഓളം സഹാബത്ത് അവരുടെ നെഞ്ചുകൊണ്ട് വലയം ചെയ്തു നിൽക്കുകയും അതിൽപ്പെട്ട ഭൂരിഭാഗം സഹാബത്തും ഷഹീദായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ മല പൊളിച്ച് കാണാം. നേരെ നോക്കിയാല് ആ കറണ്ടിന്റെ ലൈറ്റിന്റെ അവിടെ, ആ മലന്റെ അവിടെ ഇങ്ങനെ പൊളിവ് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാം പൊളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവിടെ കൊണ്ടുപോയി എത്തി സംരക്ഷിച്ചു എന്നാണ്. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ രംഗം വന്ന സമയത്ത് റസൂൽ കൊല്ലപ്പെട്ടു എന്ന് എന്തായത് ശത്രുക്കള് പ്രഖ്യാപിച്ചത്. അപ്പോ ഇനി ഹംസ റളിയല്ലാഹു അൻഹും മുസ്അബ് റളിയല്ലാഹു അൻഹും ഒക്കെ അവിടെയാണ്. അവിടുന്ന് സിയാറത്ത് ചെയ്ത് പോരാ.